ഹലോ, അസ്സലാമലൈക്കും. ഇന്നെല്ലാവരും ലീവായതുകൊണ്ട് വീട്ടിൽ തന്നെ പൊതു അവധിയല്ലേ അല്ലേ. അപ്പോൾ ഞാനും കരുതി ഒരു ജ്യൂസ് കുടിച്ചേക്കാന്ന്. അതിന് വേറെ സാധനമൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു കറ്റർവാഴ മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയിലയും ഒരു ഇഞ്ചി കഷ്ണവും കുറച്ച് പഞ്ചസാരയും കസ്കസും. ഇത്രയും സാധനം ഉണ്ടായി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. കറ്റർവാഴ മുറിച്ചതാ കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ സമയം വെക്കുന്നതിന് അതിൻ്റെ ഒരു വിഷം കണ്ടോ, ഒരു മഞ്ഞ കളറ്, അത് കളയണം. അതിനുശേഷം അത് മുറിച്ച് ഞാനൊരു വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലെടുത്തുകൊണ്ട് വരാം. ജെല്ലെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുക. പെട്ടെന്നാകുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. പുതിനയിലയും ഇഞ്ചിയും കറ്റാർവാഴൻ്റെ ജെല്ലെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക. നല്ലൊരു ജ്യൂസാണ്, ഹെൽത്തിയായ ജ്യൂസാണ്. പ്രഷറിനൊക്കെ കൺട്രോൾ ചെയ്യും. പുതിനയില, ഇഞ്ചി, ഐസും കട്ട പാത്രത്തിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും അത്രയും എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കോപ്പയിൽ വെച്ചിട്ട് പഞ്ചസാര വേണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി കേട്ടോ. എനിക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു കറ്റാർവാഴക്ക് ശരിക്കും പറഞ്ഞ ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ്സിനകത്ത് ഒരു 3 ഗ്ലാസ് ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടും. കൊറോണ സമയത്തൊക്കെ ഞങ്ങൾ നോമ്പും കൊറോണയിലായ സമയത്തൊക്കെ ഒരുപാട് കറ്റാർവാഴയാണ് ജ്യൂസ് അടിച്ച് കുടിച്ചത്. ചെമ്പരത്തി പൂവും കറ്റാർവാഴയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിട്ടോ. ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും അടിച്ച് കുടിക്കും. ഒരു ചിലവില്ല. ഒരു ചെറുനാരങ്ങയും കുറച്ച് പുതിനയിലും ഒരു ഇഞ്ചി കഷ്ണവും കസ്കസും ഉണ്ടായാൽ ജ്യൂസായി. എല്ലാവരും വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യണം.